CRZ പറ്റി കോസ്റ്റൽ റെഗുലേഷൻ സോണിനെ പറ്റി ഒരിടയ്ക്ക് നിരന്തരമായി ഞാൻ പല വീഡിയോകളും ചെയ്തിരുന്നു. കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2019 മാപ്പ് ഉടനെ ഇറങ്ങും, ഇന്നിറങ്ങും, നാളെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തത്. പിന്നീട് എനിക്ക് തന്നെ അത് ചെയ്യാൻ മടിയായി. കാരണം എത്രയോ നാളുകളായി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുക, കേസുകളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. വീണ്ടും എന്തെങ്കിലും ചെറിയ ഒരു ആശാവഹമായ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ നോട്ടിഫിക്കേഷൻ്റെ 2019 ജനുവരിയിൽ ഇറങ്ങിയ ആ നോട്ടിഫിക്കേഷൻ്റെ പ്ലാൻ പുറത്തിറങ്ങിയാലാണ് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുക എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്ലാൻ ഒടുവിൽ പുറത്തിറങ്ങി പബ്ലിക് ഹിയറിംഗ് ഒക്കെ നടത്തി പുറത്തിറങ്ങാൻ വേണ്ടി ഹിയറിംഗ് നടത്തി ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തു. അത് ചെന്നൈയിലേക്ക് NCSSലേക്ക് അയച്ചു. അവിടെ നിന്ന് വീണ്ടും ചില കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കറക്ഷൻ വീണ്ടും നടത്തി അതിപ്പോൾ സംസ്ഥാന സർക്കാർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞൊരു വാർത്ത. അതൊരു നല്ല കാര്യമായതുകൊണ്ട് പറയാനാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും അധികം വൈകാതെ ഇത് ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് അതിൻ്റെ ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാം. ഫൈനൽ പ്ലാൻ അതിൻ്റെ CZMP കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ 2019 പ്രസിദ്ധീകരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, അത് ഒട്ടും സുഖമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ IIMP ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഈ ദ്വീപുകളുടെ ബാക്ക് വാട്ടർ ഐലൻഡ്സിൻ്റെ 20 മീറ്റർ എന്ന ഗുണം കിട്ടുന്ന, അതായത് ഇപ്പോൾ 50 മീറ്ററുള്ള ദ്വീപുകൾക്ക് 20 മീറ്റർ സ്ഥലം വിട്ടാൽ മതി എന്ന ഗുണം കിട്ടുന്ന IIMPയുടെ കരട് പോലും പുറത്തിറങ്ങിയിട്ടില്ല. അതായത് ഡ്രാഫ്റ്റ് പോലും പുറത്തിറങ്ങിയിട്ടില്ല. ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ്റെ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയാലാണ് അത് പബ്ലിക് ഹിയറിംഗ് നടത്തി പിന്നെ ഇതേപോലെ പ്രോസസ്സൊക്കെ നടത്തിയാലാണ് ഈ 20 മീറ്ററിൻ്റെ ഗുണം കിട്ടുള്ളൂ. കാരണം 175 പഞ്ചായത്തുകൾക്ക് വേണ്ടി ഇത് CRZ 2 ആക്കാൻ അയച്ചെങ്കിലും 66 പഞ്ചായത്തുകൾക്ക് ഗുണം കിട്ടിയുള്ളൂ. അതും ഈ പുതിയ മാപ്പ് പുറത്തിറങ്ങുമ്പോൾ 66 പഞ്ചായത്തുകളിൽ മാത്രമായിട്ട് ഒതുങ്ങും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ IIMP പുറത്തിറങ്ങിയാൽ കുറേ കൂടി പഞ്ചായത്തുകൾക്ക് ഗുണമുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി അവസാനം വന്നൊരു വാർത്തയും അത് ആശാവഹമാണ്, എന്നാലും കാത്തിരിക്കേണ്ടി വരും. അവിടെ പറഞ്ഞത് കേരളത്തിൽ 178 ഐലൻഡുകൾ 10 ഹെക്ടറിലധികം ഏരിയ ഉള്ളതുണ്ട് ആകെ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഐലൻഡുകൾക്ക് സെപ്പറേറ്റ് IIMP ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് അഡ്രസ് ദി നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റ്, ചെന്നൈയിലുള്ള NCSCM ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിനുള്ള പൈസ അവിടെ അടയ്ക്കണം. അങ്ങനെ കുറേ സാങ്കേതികമായ മറ്റു ചില അനൗദ്യോഗിക അറിവുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ എന്തായാലും ഇത് NCSSലേക്ക് അയച്ചു. ഈ IIMP തയ്യാറാക്കുന്നതിന് വേണ്ടി ഇനി അവിടെ നിന്ന് ഇതിനൊരു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ഡ്രാഫ്റ്റ് ആളുകളുടെ അഭിപ്രായം പറയണം. ആ ഒരു രീതിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആകെ ഇപ്പോൾ പറയാനുള്ള നല്ല വാർത്തയെന്ന് പറയാനുള്ളത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ 2019 കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ ഒരുപക്ഷേ ഈ ഓഗസ്റ്റ് മാസം, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓഗസ്റ്റ് 2 അതുകൊണ്ട് ഒരുപക്ഷേ ഈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ ഇത് ഫൈനൽ പ്ലാൻ ഇറങ്ങും. അതിൻ്റെ ഗുണം ആളുകൾക്ക് ലഭിക്കും. ഈ സ്ലൂയിസ് ബണ്ട് ഗേറ്റുകളുടെയൊക്കെ ഉൾപ്പെടെയുള്ള ഗുണം ലഭിക്കും. മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് ഇപ്പോൾ ബഫർ സോണൊക്കെ ആയിട്ട് പറയുന്ന കണ്ടൽക്കാടുകളുടെയൊക്കെ കാര്യം, പ്രൈവറ്റ് ബഫർ സോൺ ആണെങ്കിൽ അതിന് പ്രൈവറ്റ് സ്ഥലത്താണ് കണ്ടൽക്കാടൊക്കെ എങ്കിൽ മാൻഗ്രോവ്സ് എങ്കിൽ അതിന് ബഫർ സോൺ പഴയതുപോലെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളുടെ ഗുണം ലഭിക്കുന്ന CZMP 2019 വൈകാതെ പുറത്തിറങ്ങും എന്ന് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. താങ്ക് യു.